ഇന്ന് നമ്മുടെ ചലഞ്ചാണ് ലിപ്സ് അതിന്റെ പേരൊന്നും സിംഗ് ലിപ്സ് ആണ് കേട്ടോ. അത് സിമ്പിളാണ്. ഞാൻ വായി കൊണ്ട് എന്തെങ്കിലും പാട്ട് പറയും. ഇപ്പൊ ഞാൻ അങ്ങ് വനകുണിയാണ് ഇങ്ങനെ ഞാൻ പാട്ട് കൊണ്ട് അടിക്കും ചുണ്ടുകൊണ്ട്. അത് കറക്റ്റായിട്ട് പറഞ്ഞാൽ അവർക്കൊരു ഗിഫ്റ്റ് തരും. അതോ കറക്റ്റായിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ അവർക്ക് ശിക്ഷയും ലഭിക്കും. ഈ കളിയാണ് നമുക്ക് കളിക്കാൻ പോകുന്നത് ഇന്ന്. ലിപ് സിങ്ക് ചാലഞ്ച് ആണ് നോക്കുന്നത്. ഒരു പാട്ട് മുസ ചുണ്ട് എനിക്ക് കാണിക്കും. അത് ഏത് പാട്ടാണ് കറക്റ്റായിട്ട് ഗസ് ചെയ്യണം. ഗസ് ചെയ്താൽ കളിയിൽ വിജയിക്കും. നമുക്ക് ചാലഞ്ച് ആയിട്ട് പോകും. അത് ജയിച്ചില്ലെങ്കിൽ അവർക്ക് പനിഷ്മെന്റും കിട്ടും. ചലഞ്ച് തുടങ്ങാം ഗായ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് റൗണ്ട് ഞാൻ എന്നെ പാടാട്ടോ. നമ്മൾ ലോട്ടൊന്നും ഇടുന്നില്ല, അല്ലെങ്കിൽ ഫുൾ കൺഫ്യൂഷൻ ആവും. ലോട്ടിൽ ഇപ്പൊ പേരും നമുക്ക് പാട്ട് കിട്ടുന്നില്ല. ഞാൻ നമ്മളെ തെലുങ്ക് ഭാഷത്തിന്റെ ഞാൻ പാട്ട് പാടും. ചൈന കാര്യം ഞാൻ പാടും. എനിക്ക് കൂടുതൽ ഇച്ചാക്ക് ഒരു സോങ് ഉണ്ട്. Come on, lip sync. Round one. മനസ്സിലായി. തുമ്പി വത്തുമ്പ കൊടുത്തില്ലാണോ? ചെയ്യണം. ഒന്നുകൂടി കാണിച്ച. അങ്ങ് വാനക്കോണില് മിന്നി നിന്നോരമ്പിളി. അതാ അതുമല്ല. നിങ്ങൾക്ക് ഞാനൊരു കൂതരാം. കടൽ വെച്ചിട്ട് കുറേ പാട്ട്. കടൽ വെച്ചിട്ട് കുറേ ഒരു പാട്ടുണ്ട്. അത് തന്നെ 2 ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്നാണ് ഞാൻ പറയും. കടൽ 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 കാറ്റിൻ നെഞ്ചിൽ ഇടലായി. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി. കറക്റ്റാണ് ടീച്ചർ പറഞ്ഞത്. അടുത്ത പറയുന്നത്. അപ്പൊ ഗൈസ്, ഞാൻ ശരിയായിട്ട് ഗസ് ചെയ്തിരിക്കുന്നു. പക്ഷെ ആദ്യം ഗസ് ചെയ്തത് കടൽ കാറ്റ് നെഞ്ചിലെന്ന സമയം. പക്ഷെ ഇച്ചൊക്കെ ശിക്ഷ എന്തായാലും കിട്ടും. ഇപ്പൊ കിട്ടില്ല. ഒരു റൗണ്ടിന് ഇനി ക്ലൂ തരും. ഞാൻ ഭയങ്കര എല്ലാം കറക്റ്റായിട്ട് ഗസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ തന്നെ എനിക്ക് വിന്നർ എന്നാണ് കരുതുന്നത്. നേരത്തെ ഫസ്റ്റ് കളിയില് ട്രയൽ ആണ്. അതുകൊണ്ട് ആർക്കും പനിഷ്മെന്റ് ഇല്ല കേട്ടോ. അപ്പൊ ഇനി അടുത്തതായിട്ട് ഞാനാണ് ഗസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, Round two. മനസ്സിലായി. തുമ്പക്കുടത്തിൽ ശരി. ഫസ്റ്റ് തന്നെ ഗസ് ചെയ്തിരിക്കുന്നത്. കൺഗ്രാറ്റ്സ്. എനിക്ക് ഫസ്റ്റ് പണിഷ്മെന്റ് മിസ്സായി. എനിക്ക് ഈ വായാണ്. ഇതൊക്കെ എത്ര റൗണ്ടിലാണ് ഞാൻ പറഞ്ഞത്. അടുത്തൊരു 50 പാടാനുള്ള അറിയില്ല. ഇനി അടുത്തത് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകുന്നത്. അപ്പൊ ഈ 2 റൗണ്ടിലും ആയിരിക്കും പണിഷ്മെന്റ് ഒന്നും ഇല്ല. അല്ലെ, ശരിയായിട്ട് ഗസ് ചെയ്തു. ഇനി തേർഡ് റൗണ്ട്. തേർഡ് റൗണ്ട് നീയാണ്. എനിക്ക് പണിഷ്മെന്റ്. അപ്പൊ തേർഡ് റൗണ്ട് നീയല്ലേ? ഞാൻ അത്രയും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ, Round three. ഇപ്പൊ എന്തോ കൊടുക്കും. ഓക്കെ,
എന്ത് ഗസ് എന്താ ആഹാ. ഒന്ന് എഴുതുന്നുണ്ടേ. മുസാക്കമോ കാക്കേ കാക്കേ കൂടെ കാക്കിന് കാക്കിനെ കൂടെ. കാക്കേ കാക്കേ കൂടെ അവിടെ കുട്ടികളിലെ കുഞ്ഞുണ്ടോ യെസ് കറക്റ്റ്. അമ്മ അമ്മ കാക്കേ കാക്കേ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കാക്കേ കാക്കേ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ വിജയിച്ചിരിക്കുന്നു ഗൈസ്. ഇനി ഇച്ഛക്ക് പനിഷ്മെന്റ് കൂടും കേട്ടോ. പനിഷ്മെന്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർത്ത് റൗണ്ടിലേക്ക് പോകാം ഗൈസ്. 1 2 4. 1 2 4 3 ആ 1 2 3. മറന്നു കേട്ടോ. Round 4. ഹായ്, ഇങ്ങോട്ട് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് എനിക്ക് ഇച്ചത് എൻ്റെ ടെക്സ്റ്റ് ബുക്കിത്തെ ഒരു ഭാഗമാണ്. ഇച്ചക്ക് മനസ്സിലാവും. കക്കിരി എന്തോ കക്കിരി പോലത്തെ എന്തോ സംഭവം. ടെക്സ്റ്റ് ബുക്കില്ല. ആ ടെക്സ്റ്റ് ബുക്കിത്ത മൂന്നാം ക്ലാസ്സിലത്തെ ടെക്സ്റ്റ് ബുക്ക് ഇപ്പൊ നോക്കിട്ട മലയാളം കക്കിരി പുക്കിരി തേമാവിന്റെ എത്താകുമ്പത്ത് കാക്കിരി പുക്കിരി തെന്മാവിന്റെ എത്താക്കൊമ്പത്ത് കാക്കിരി പുക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തന്നെയാണ്. പക്ഷെ കാക്കിരി പൂക്കിരി അതേ ലൈനല്ല ഞാൻ പറയുന്നത്, വേറെ ലൈൻ. ആ ലൈനാണ് നിങ്ങൾക്ക് നോക്കിയത്. ആ ലൈൻ മാത്രം പറഞ്ഞാൽ മതി. അത് അപ്പൊ കക്കിരി പൂക്കിരി അതുണ്ട്. ഒന്നല്ല. കക്കിരി പൂക്കിരി ഉണ്ട്. അപ്പൊ കക്കിരി പൂക്കിരി തേന്മാവിന്റെ തകുമ്പത്. അതല്ല നീ നാക്ക് പറഞ്ഞു. കക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ ആടി നിൽക്കുന്നു. നീ നീ കക്കിരി പൂക്കിരി കുട്ടികളെല്ലാം മാറ്റി വിളിക്കുന്നു. പനിഷ്മെന്റ് ഉണ്ട്. ഞാൻ എന്താണ് പഠിച്ചത്? കാക്കിരി പൂക്കിരി അത് കറക്റ്റാണ്. 4-5 നിരത്ത് വീടുന്നു എന്ന് പറയും. ഞാൻ കാക്കിരി പൂക്കിരി കറക്റ്റായിട്ട് ഗസ് ചെയ്തു. പക്ഷെ കാക്കിരി പൂക്കിരി കിട്ടി ലൈൻസ് കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഇനി അടികൾ കൂടും. ഒരു കുഞ്ഞു പണിഷ്മെന്റ്. കുഞ്ഞു പനിഷ്മെന്റാണ്. ഉള്ളാണ് കേട്ടോ നമുക്ക്. എന്നെ തല്ലിക്കൊല്ലല്ലേ ഞാനെല്ലാം പറയാം. തല്ലിക്കൊല്ലല്ലേ ഷമീർ സാറേ. ഇത് കുഞ്ഞി ബാബ കുഞ്ഞി ബാബ കാക്കി കുഞ്ഞി ബാബ. അടുത്ത റൗണ്ട് പോവാം. ലാസ്റ്റ് റൗണ്ട്. യെസ്. Final round. Guys, last round. Okay, lips again. പാട്ട് കിട്ടിയ മറക്കുവാൻ ആരാലും മനസ്സിൽ ഒരിക്കലും മറക്കുവാൻ ആകാത്ത വിധമുള്ളതാ കിടങ്ങളെ പാടുന്ന പാട്ടല്ലേ അതെന്നെ കിട്ടിയത്. ഫസ്റ്റിന്റെ ഇത് ഞാൻ ഒന്ന് പറഞ്ഞാലും മുസക്ക് അധികം ഫാമിലി ആയിട്ടുള്ള സോങ്സ് ആണ്. ഞാൻ ലിപ്സിങ് ചെയ്തു. അതിൽ പെട്ടെന്ന് മുസ തന്നെ ഗസ് ചെയ്തു അല്ലേ? എനിക്ക് മാത്രം പെടാത്ത ഞാൻ ടഫ് തന്നതാണോ?
വന്നത് അത്ര സിമ്പിൾ വന്നത് കടൽ ഇത് പാടല്ലോ ഇതോടൊക്കെ എങ്ങനെ അറിയുന്ന വേറെ പാട്ട് തരണം നല്ല കാര്യം. അതെങ്ങനെയാ ഈ ചെക്കന് ഭയങ്കരായിരുന്നു ആ ബുക്കിന് കക്കിന് പുക്കിന്റെ കാവിൻ്റെത്. പക്ഷെ ഈ ചെക്കന് അത് പറയില്ല അല്ലായിരുന്നു തെറ്റിക്കൊണ്ടാണ്. എന്തായാലും നീ ഇപ്പൊ ജയിച്ചില്ല. ഞാൻ ഒരു കാര്യം പറയാം, എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആരും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ മിർസ വേൾഡ് ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടാതെ ഷെയർ ലൈക്കും സബ്സ്ക്രൈബും കമന്റും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ വീഡിയോ ഇംപ്രൂവ് ചെയ്ത് പുതിയ ചാലഞ്ചസ് ആയിട്ട് മിർസ വരുന്നതായിരിക്കും ഗൈസ്. അതുകൊണ്ട് നേരെ അടുത്ത വീഡിയോയിലേക്ക് നമ്മ പിന്നെയും വരും. അപ്പൊ ഈ ചാലഞ്ച് വിന്നറായ മുസയ്ക്ക് സമ്മാനം വേണ്ട മിർസ? എന്താ സമ്മാനം? കണ്ടെടുത്തു. അപ്പൊ എല്ലാവരും അധികമായിട്ടും വേണമെന്നൊക്കെ കരുതും. എല്ലാവരും വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന സപ്രസം കൊടുക്കണം. ചട്ടിനുള്ളിൽ ബിസ്കറ്റ് സർപ്രൈസ്. എങ്ങനെ ഇഷ്ടപ്പെട്ടാ? പെട്ടെന്ന് കിട്ടിയ സാധനമാണ് കഴിക്കാൻ കൊടുക്കുന്നത്. ഈ റൗണ്ടിൽ ഞാൻ ജയിച്ചാലേ ഇനി ഞാൻ ജയിച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. മറക്കാതെ കാണാം. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോഴേക്കും ബൈ ബൈ.